വയനാട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ബി.ജെ.പിയിൽ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് രുക്മിണി ഭാസ്കറാണ് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. ജനതാദൾ എസ് വിട്ടാണ് ബി.ജെ.പിയിൽ ചേരുന്നത്. പി.എസ്. അർജുൻ ചേരുന്നു. അർജുൻ, രുക്മിണി ഭാസ്കർ ജനതാദൾ വിട്ട് ബി.ജെ.പിയിൽ ചേരാനുള്ള കാരണം എന്താണ്? ആരൊക്കെയാണ് രുക്മിണി ഭാസ്കറോടൊപ്പം ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്? അതിൽ നമ്പിയുടെ രുക്മിണി ഭാസ്കറോടൊപ്പം ഒരു സംഘം തന്നെ വരും ദിവസങ്ങളിൽ ബി.ജെ.പിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് എന്തായാലും രുക്മിണി ഭാസ്കറിന് ഇത്തരത്തിൽ വലിയ സ്വീകരണമാണ് ജില്ലാ ഓഫീസിൽ നൽകിയത്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ ഹാരാർപ്പണം അർപ്പിച്ചുകൊണ്ട് ഇവരെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പ ദിവസങ്ങൾക്കകം തന്നെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായത് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, മുൻ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു, ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് മെമ്പർ ആയിരുന്നു, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയായിരുന്നു രുക്മിണി ഭാസ്കർ. അതായത് ഈ കണിയാമ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയായിരുന്നു രുക്മിണി ഭാസ്കർ. ഈ വയനാട്ടിൽ ആകെ തന്നെ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല പ്രധാനമായും ഈ കണിയാമ്പറ്റ കൽപ്പറ്റ മേഖലകളിൽ ഓരോ വ്യക്തികളുടെ ഇടയിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ രുക്മിണി ഭാസ്കറിന്റേത്. അതുകൊണ്ട് തന്നെ ഇവർ ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ബി.ജെ.പി ഉള്ളത്. പ്രധാനമായും ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതോടെ, അതായത് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതോടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് ബി.ജെ.പി ഉള്ളത്. അതായത് രുക്മിണി ഭാസ്കർ വരുന്നതോടെ കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് വരുമെന്നും മാത്രമല്ല വലിയ ഒരു ജനകീയ മുഖം കൂടിയാണ് ഈ കണിയാമ്പറ്റ മേഖലകളിലെയും കൽപ്പറ്റയിലെയും ഒക്കെ ജനകീയ മുഖം കൂടിയാണ് രുക്മിണി ഭാസ്കർ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല LDF-ലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് ലഭിക്കുമെന്ന ഒരു കണക്കുകൂട്ടൽ കൂടി ഇവർ ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ CPM-ലെയും മറ്റു ചില LDF-ലെ ഘടകകക്ഷികളിലെയും അടക്കം കൂടുതൽ ആളുകൾ രുക്മിണി ഭാസ്കറിന്റെ പുറകിലുണ്ടെന്നും അത്തരത്തിൽ കൂടുതൽ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ലഭിക്കുമെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലൂടെയാണ് ഇത്തരത്തിൽ രുക്മിണി ഭാസ്കറെ അടക്കം ബി.ജെ.പിയിലേക്ക് എത്തിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ നേട്ടം തന്നെയാണ് ജില്ലയിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജനതാദൾ നേതാവുമായ രുക്മിണി ഭാസ്കർ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചു. പി.എസ്. അർജുനാണ് വയനാട്ടിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.